വിജിൽ നരഹത്യാ കേസിൽ പിടിയിലായ പ്രതി രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിശദമായി ചോദ്യം ചെയ്യാനായി രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കും. ചേതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ചേതൻ, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, 2019 മാർച്ച് 24-നാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതായത്. നീണ്ട 6 വർഷത്തെ അന്വേഷണങ്ങളൊടുവിലാണ് രഞ്ജിത്ത് മരിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഇതിൽ രണ്ടാം പ്രതിയാണ് പിടികൂടാൻ ഉണ്ടായിരുന്നത്. രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ പോലീസ് തെലുങ്കാനയിലെ ഖമ്മം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ട്രാൻസിറ്റ് വാറന്റ് പ്രകാരം ഇയാളെ അവിടുത്തെ ഖമ്മം കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഇന്ന് പുലർച്ചെ കോഴിക്കോട് എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് കൊയിലാണ്ടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കാണ് കൊയിലാണ്ടി കോടതി റിമാൻഡ് ചെയ്തത്. ഇനി ഈ പിടിയിലായ രഞ്ജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാനുമായി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നതായിരിക്കും. നാളെയായിരിക്കും പോലീസ് രഞ്ജിത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഇനി പ്രധാനമായും ഈ കേസിൽ 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 1 നരഹത്യ, 2 തെളിവ് നശിപ്പിക്കുക, 3 മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോഴിക്കോട് പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക യോഗം ചേരുന്നതായിരിക്കും. ഇതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക്, തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുക. ഇനി പ്രധാനമായും കടക്കാനുള്ളത് ഈ കണ്ടെത്തിയ അസ്ഥികൂടം അത് വിജിലിന്റേതാണെന്ന് തെളിയിക്കണമെങ്കിൽ DNA പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. DNA പരിശോധനയ്ക്കായി വിജിലിന്റെ മാതാപിതാക്കളുടെ DNA സാമ്പിളുകളും കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ DNA സാമ്പിളും പോലീസ് ശേഖരിക്കുന്നതായിരിക്കും. വൈകാതെ തന്നെ കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നതുമായിരിക്കും. ഭദ്ര.